സ്നേഹിതരെ കാണാം. സ്വർഗരാജ നിരൂപണമെൻ ഹൃദയവാഞ്ചയാ. ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം. ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം. ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകം, രണ്ടാമത്തെ പുസ്തകം, 2-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 2:20. അതിനെ അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിനെന്ന് പറഞ്ഞു. അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരറുവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പ് ഇട്ടു. ദൈവത്തിന് സ്തോത്രം. ഇത് പെട്ടെന്ന് ആ വാക്യം കേട്ടാലൊന്നും മനസ്സിലാവുകയില്ല. ഒരു പുതിയ തളിക കൊണ്ടുവരാൻ പറയുന്നു. ഒരു പുതിയ തളിക കൊണ്ടുവരിക, അതിൽ ഉപ്പിടുക എന്ന് പറഞ്ഞത് എലീശാ പ്രവാചകനാണ്. അന്ന് എലീശാ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് പ്രവചനം വാങ്ങി ജനത്തിന് കൊടുക്കുന്ന കാലമാണ്. എലീശാ പ്രവാചകൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു പ്രവാചകനായിരുന്നു. എലീശാ പ്രവാചകൻ മുമ്പുണ്ടായിരുന്ന എലിയ പ്രവാചകൻ 8 അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എലീശാ പ്രവാചകൻ്റെ കാലമായപ്പോൾ 16 അത്ഭുതങ്ങൾ ചെയ്തു.
ഇരട്ടി ശക്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ് ഈ പ്രവാചകന്മാരെല്ലാം സഞ്ചരിച്ചത്. അക്കാലത്ത് പ്രവാചകന്മാരുണ്ടായിരുന്നു. ആ കാലത്ത് പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ഇങ്ങനെ 3 ശക്തി കേന്ദ്രങ്ങളുണ്ടായിരുന്നു. 3 അധികാര കേന്ദ്രങ്ങളുണ്ടായിരുന്നു. പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ. രാജാക്കന്മാർ ജനത്തെ ഭരിക്കും. രാജാവിന് ഭരിക്കുന്നുള്ളതായ ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രവാചകനാണ്. രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പുരോഹിതനാണ്. പുരോഹിതനും രാജാവും പ്രവാചകനും. അതിൽ ആ കാലത്ത് ആദ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുന്നേറ്റ് ശമൂവേൽ പ്രവാചകനാണ്. കുറേയേറെ കാലം ദൈവവചനം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രവാചകന്മാർ ഇല്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുള്ളത് നല്ലതാണ്. ദേശത്ത് പ്രവാചകന്മാരുള്ളത് നല്ലതാണ്. ശമൂവേൽ പ്രവാചകൻ്റെ കാലത്ത് ശമൂവേൽ യഹോവയെ സംസാരിക്കണമേ അടിയും കേൾക്കുന്നെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം കേട്ട പ്രവാചകൻ ശമൂവേൽ പ്രവാചകൻ ബാല്യം മുതലേ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. ബാല്യം മുതലേ, ജന്മനാ തന്നെ. ശമൂവേൽ പ്രവാചകൻ അന്ന് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ശീലോവിൽ പോയി, ഗിൽഗാലിൽ പോയി, ബേഥേലിൽ പോയി, എറിഹോയിൽ പോയി, യോർദാനിൽ പോയി. ചെന്നിടത്തെല്ലാം പ്രവാചക സ്കൂളുകൾ സ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള സ്കൂളല്ല, പ്രാർത്ഥന യോഗങ്ങൾ. ഓരോ ദേശത്ത് ചെല്ലുമ്പോഴും അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടമുണ്ടായി. വലിയ അനുഗ്രഹമായിരുന്നു ആ പ്രാർത്ഥനാ കൂട്ടങ്ങൾ. വലിയ അനുഗ്രഹങ്ങൾ ജനത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ രാജാവിനും ലഭിച്ചുകൊണ്ടിരുന്നു അനുഗ്രഹങ്ങൾ. പ്രവാചകൻ ചെന്നിടത്തെല്ലാം അനുഗ്രഹം പകരുകയായിരുന്നു. ശമൂവേൽ പ്രവാചകൻ്റെ കാലത്ത് അനുഗ്രഹം സമൃദ്ധിയായി ജനത്തിന് ലഭിച്ചു. ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. വചനമാണ് അനുഗ്രഹം. എങ്ങനെയാണ് പോകേണ്ടതെന്നും എങ്ങനെ പോയാലാണ് ജയജീവിതം കിട്ടുന്നതെന്നും സ്വർഗ്ഗ സൗഭാഗ്യം അനുഭവിക്കേണ്ടത് എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളെല്ലാം പ്രവാചകൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ പ്രവാചക സ്കൂളുകളുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. അനേകം പേര് ഓരോ സ്ഥലത്തും ശിഷ്യന്മാരുണ്ടായി. അന്നത്തെ സമൂഹം ആദ്യമൊന്നും അതിന് വില കൽപ്പിച്ചില്ല. പക്ഷേ ഈ പ്രവാചകനിൽ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു കണ്ടപ്പോഴേക്കും ജനമെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ പേര് വന്നു തുടങ്ങി. ശമൂവേൽ പ്രവാചകൻ്റെ കാലശേഷം കുറേ കഴിഞ്ഞാണ് ഏലിയ പ്രവാചകൻ എഴുന്നേൽക്കുന്നത്. ഏലിയ പ്രവാചകനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ചിന്താ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. ഏറ്റവും വലിയ ശക്തിയുള്ള പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. കർമ്മേൽഗിരിയുടെ മുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് ഏലിയ പ്രവാചകൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയുടെ മുമ്പിൽ അവിടെ സ്വർഗത്തിൽ തീ ഇറക്കിയ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുള്ള പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ്റെ കാലശേഷം പിന്നീട് എലീശ പ്രവാചകനാണ്. എലീശ പ്രവാചകൻ്റെ കാലത്ത് ഇതുപോലെ ഗിൽഗാലിലും ബേഥേലിലും റീഹോവിലും യോർദാനിലും എല്ലാം ശീലോവിലും എല്ലാം പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ടായിരുന്നു. ഒന്നിനൊന്ന് വളരുന്ന കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ എടുത്തിയെന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ദേശങ്ങളിലെല്ലാം പ്രാർത്ഥനാ കൂട്ടങ്ങളുള്ളത് നല്ലതാണ്. അത് ഒരിക്കലും സഭയ്ക്കെതിരല്ല. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരയുടെ കാലം മുതലേ ഞങ്ങളുടെ പള്ളിയിലെ പ്രാർത്ഥന യോഗത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നു. അവിടെ ഇടവക യോഗങ്ങൾ നടക്കാറുണ്ട്. ഞങ്ങൾ ഓരോ വീടുകളിൽ യോഗം നടത്താറുണ്ട്. ഞാനൊന്നും പ്രസംഗിക്കുന്നയാളല്ല, ഞാൻ വചനം കേൾക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ പിന്നിൽ നിന്ന് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതെന്ത് അനുഗ്രഹമായിപ്പോയി. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അനുഗ്രഹീതമായി അനേകാനേക അനുഭവങ്ങൾ അനേകർക്ക് ലഭിച്ചു. എത്രയോ മദ്യപാനം മാറി, കുടുംബത്തിൽ സമാധാനം ഉണ്ടായി. മദ്യപാനം ചെയ്ത് ഭാര്യ ഒരു കാരണമില്ലാതെ തല്ലുന്ന ആളുകളെല്ലാം ഭാര്യയെ മർദ്ദിക്കുന്ന നിർത്തി. കുടുംബത്തിൽ സമാധാനം വന്നു. മക്കൾ നേരായ വഴിയിലേക്ക് വന്നു. പ്രാർത്ഥനാ യോഗങ്ങളുണ്ടെങ്കിൽ അതിന് കുടുംബത്താണ്. ശരിയായ ആത്മീയ അനുഭവമുള്ള പ്രാർത്ഥനാ യോഗം ഉണ്ടെങ്കിൽ മക്കൾ നന്നായി വരും, മക്കൾക്ക് അഭിവൃദ്ധി വരും, ശോഭനമായ ഭാവി ലഭിക്കും, കുടുംബ സമാധാനം ലഭിക്കും. ഇന്ന് പല കുടുംബങ്ങളിൽ സമാധാനം ഇല്ലല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? കുടുംബത്തിൽ സമാധാനം ഇല്ല. ഇതുപോലെ വന്നിരിക്കുമ്പോൾ സമാധാനം ഉണ്ടെന്ന് തോന്നും. പള്ളിയിൽ അനേകം ആളുകൾ വരുന്നു, എല്ലാവർക്കും സമാധാനമാണ് നമ്മുടെ വിചാരം. അടുത്തറിയുമ്പോഴാണ് ഏങ്ങലടികൾ. കുടുംബ സമാധാനമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല. ഭാര്യയും ഭർത്താവുമാണ്. മക്കളുണ്ട്, മക്കൾ നാനാവിധമായി പോകുന്നു. മക്കൾ പഠിക്കുന്നു പറയാൻ അമ്മയ്ക്ക് അപ്പം ധൈര്യമില്ല. കാരണം മക്കളുടെ മുമ്പിൽ ഒരു നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്നില്ല. എത്രയോ കുടുംബങ്ങളാണ് തകർന്നു കിടക്കുന്നത്.
അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുവാൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സഹായകമായിരുന്നു. അന്നുണ്ടായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും ഞാനത് ചേർത്ത് പറയുന്നത് ഒറ്റ കാര്യം ഉദ്ദേശിച്ചാണ്. നിങ്ങളുടെയൊക്കെ ഇടവകളിൽ, പള്ളികളിൽ ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാകട്ടെ. ആരോടും മത്സരിക്കാനല്ല, ആരെയും എതിർക്കാനല്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനൊരു സഭയെ എതിർത്തിട്ടില്ല. എല്ലാ സഭകളെയും ഞാൻ ആദരിക്കുന്നു. എനിക്കറിയാം, എല്ലാ സഭകളെയും ആദരിക്കുന്ന മാത്രമല്ല, എല്ലാ സഭകളിലും നല്ലതായ ആളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സഭകളിലും. ഞാൻ റോമൻ കത്തോലിക്ക സഭയിൽ, മാർത്തോമാ സഭയിൽ, ഇവാഞ്ചലിക്കൽ സഭയിൽ, ഓർത്തഡോക്സ് സഭയിൽ, യാക്കോബായ സഭയിൽ, ക്നാനായ സഭയിൽ, CSI സഭയിൽ, പോരാ പെന്തിക്കോസ്ത് സഭകളിൽ, അവിടെ എല്ലാം നല്ല നല്ല ആളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എല്ലാവരെയും ബഹുമാനമാണ്, എല്ലാവരെയും ബഹുമാനമാണ്. ആരെക്കുറിച്ചും ഒരു കാരണവശാലും എനിക്കൊരു പരാതിയുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അവരെല്ലാം ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് എണ്ണാം. എല്ലാവരെയും നമ്മേക്കാൾ മേന്മയുള്ളവരായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മേക്കാൾ ശ്രേഷ്ഠമായിട്ട് എല്ലാവരെയും കണക്കാക്കാം. ദൈവത്തിന് സ്തോത്രം. അന്ന് ഈ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ കാലയളവിൽ എലീശാ പ്രവാചകൻ അന്ന് അവിടെ ഗിൽഗാൽ എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം കണ്ടു. നമുക്ക് വായിക്കാം, 19 വാക്യം മുതൽ വായിക്കൂ. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ. ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരമായെന്ന് യജമാനൻ കാണുന്നുവല്ലോ. അവിടെ ഒരാൾ വന്ന് പറയുകയാണ്, എന്ത് മനോഹരമായ സറൗണ്ടിങ്സ്, എന്ത് മനോഹരമായ സാഹചര്യങ്ങൾ, നല്ല ഇരിപ്പ്, നല്ല ശ്രേഷ്ഠമായ പട്ടണം. ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ് എന്ന് യജമാനൻ കാണുന്നുവല്ലോ. എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നു എന്ന് പറഞ്ഞു. വെള്ളം ചീത്തയായിപ്പോയി. ഈ ദേശത്തെ കിട്ടുന്ന വെള്ളമുണ്ടല്ലോ ചീത്തയാണ്. അതുകൊണ്ട് ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഈ ദേശത്ത് സ്ത്രീകൾക്ക് ഗർഭധാരണം സാധ്യമല്ല, ഗർഭം അലസിപ്പോവുകയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു, ദ സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഇൻ ബ്യൂട്ടിഫുൾ സറൗണ്ടിങ്സ്. City is located in beautiful natural surroundings. As you can see, യജമാനത് കാണുന്നുവല്ലോ. But the water is bad and causes our women to have miscarriages. ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഗർഭഛിദ്രം നടക്കുന്നു. സ്ത്രീകൾക്ക് ഗർഭധാരണം ഉണ്ടാകും, പക്ഷേ ആ ഗർഭം അത് പൂർത്തിയാവുകയില്ല. ഇവിടുത്തെ വെള്ളം ചീത്തയാണ്. നല്ല മനോഹരമായ സ്ഥലമാണ്, കാണാൻ ചന്തമുള്ള സ്ഥലമാണ്, മനോഹരമായ സ്ഥലം. പക്ഷേ ഈ സ്ഥലത്തിനൊരു ദോഷമുണ്ട്, ഗർഭനാശകമായ ദേശമാണ്. വേറെ ഇംഗ്ലീഷ് വേർഡ് ഇങ്ങനെയാണ്, ദ സിറ്റുവേഷൻ ഓഫ് ദ സിറ്റി ഈസ് പ്ലസൻറ്റ്. ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരമാണ്. ബട്ട് ദ വാട്ടർ ഈസ് ബാഡ് ആൻഡ് ദ ഗ്രൗണ്ട് ബാരൻ. ഇവിടെ ഈ ഭൂമി തന്നെ ബാരനായി, ബാരൻ വെച്ചാൽ വന്ധ്യയായ, ഫലം പ്രവഹിക്കാത്ത ഭൂമി. ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്. പക്ഷേ ഈ പട്ടണത്തിൽ പുറമേ കാണാൻ ചന്തമുണ്ട്, പുറമേ കാണാൻ മനോഹരമായ നല്ല സൗന്ദര്യമുണ്ട്, നല്ല പ്രകൃതി മനോഹാരിതയുണ്ട്, പ്രകൃതി സൗന്ദര്യമുണ്ട്. പക്ഷേ ഈ പട്ടണത്തിൽ ഒരു കുഴപ്പം, ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഗർഭനാശകമാണ്, സ്ത്രീകളെല്ലാം ഗർഭനാശകം. വിമൻ ഹാവിങ് മിസ്കാരേജസ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം കൊള്ളാം, പക്ഷേ അനന്തര തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നില്ല. മനോഹരമായ ഭവനം, നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ, നല്ല ഔദ്യോഗിക നിലവാരങ്ങൾ, നല്ല സാമൂഹിക ബന്ധങ്ങൾ, ഉന്നതതലങ്ങളിലുള്ളതായ സ്ഥാനമാനങ്ങൾ, സ്വാധീനങ്ങൾ എല്ലാം ഉണ്ട്. നോക്കിയാൽ എല്ലാം മനോഹരം. എന്തിനെ കുറവ്? എല്ലാം ഉണ്ട്. പക്ഷേ അനന്തര തലമുറയെ ഉരുത്തിരിഞ്ഞു വരുന്ന മഹാഭാഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അനന്തര തലമുറ നശിച്ചു പോകുന്നു, അനന്തര തലമുറ ഉണ്ടാകുന്നില്ല, അനന്തര തലമുറ ഉയരെടുക്കുന്നില്ല, ജീവനെടുക്കുന്നില്ല, ജീവൻ പ്രാപിക്കുന്നില്ല, തലമുറകൾ മുടിഞ്ഞു പോകുന്നു. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എലീശാ പ്രവാചകൻ സങ്കടത്തോടെ കേട്ടു അത്. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ നമ്മുടെ പലരുടെയും അനുഭവം അതല്ലേ? പുറമേ നോക്കിയാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഭവൻ അങ്ങനെയായിരുന്നു. എൻ്റെ അപ്പൻ, എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ അപ്പം മരിച്ചു. പക്ഷെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല പ്രതാപമായിരുന്നെന്ന്. ഞങ്ങളുടെ വീട്ടുകാരിൽ വെച്ച് ഏറ്റവും നല്ല പ്രതാപമുള്ള വീടായിരുന്നു ഞങ്ങളുടെ വീടെന്ന്. അപ്പന് കൃഷി മാത്രമല്ല, ബിസിനസ്സും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ അമ്മ പറയും, എന്നും ഉച്ചയ്ക്ക് അപ്പൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാമായിട്ട് എന്ന് 10-15 പേർക്കെല്ലാം വെച്ച് വിളമ്പണമായിരുന്നു. എന്നും വളരെ സുഖകരമായ ഭക്ഷണം, രുചികരമായ ഭക്ഷണം.
എല്ലാം ഉള്ളൊരു വീട്, എല്ലാം തികഞ്ഞൊരു വീട്. അനേകം സ്നേഹിതന്മാരുണ്ട്. ബിസിനസ് ഉള്ളതുകൊണ്ട്, പൈസയും കൂടി ഉള്ളതുകൊണ്ട് സ്നേഹിതന്മാർ ധാരാളം ഉണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. എല്ലാം തകിടം മറിഞ്ഞു. അപ്പൻ്റെ 33-ാമത്തെ വയസ്സിൽ മരിച്ചു. എനിക്കൊന്നൊരു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അമ്മയ്ക്ക് 30 വയസ്സ് പ്രായം. അമ്മ 30-ാമത്തെ വയസ്സിൽ വിധവയായി. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മ കരുതി കരയും. കരയുമ്പോൾ ഞാനും കരയും, എൻ്റെ പെങ്ങളും കരയും. ഞങ്ങൾ 3 പേരാണ് വീട്ടിലുള്ളത്. കരയും. കരച്ചിലിൻ്റെ ഭവനമായിരുന്നു. എന്നും ദുഃഖം, എന്നും നെടുവീർപ്പ്. സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയതിലത്തെ അനുഭവം. ആരും പുറന്തള്ളിയതല്ല. ആരുടെയും മുഖത്ത് നോക്കാൻ തോന്നുന്നില്ല. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, ഈ അപകർഷതാബോധം കൊണ്ട് മുഖം താണിരുന്നു, തളർന്നിരുന്നു. വാടിയ മുഖമായിരുന്നു. ജീവിതം വാടി തളർന്നു പോയിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. അന്നും കൃഷിയുണ്ട്, നെൽകൃഷി, പാടത്ത് പണിയാൻ ആളുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആഹാരത്തിനൊട്ടൊന്നുമില്ല, സമാധാനം മാത്രമില്ല, സമാധാനമില്ല. അനേക കുടുംബങ്ങൾ ഇങ്ങനെയാണ്. എല്ലാം ഉണ്ട്, നോക്കിയാൽ ഒന്നിനും കുറവില്ല, ഒന്നിനും കുറവില്ല. പക്ഷേ ചില കേടുകൾ ചിലയിടത്തുണ്ട്, ചില പ്രശ്നങ്ങൾ ചിലയിടത്തുണ്ട്. എന്തെല്ലാമെന്ന് അവരൊക്കെ അറിയാവൂ. എന്തെല്ലാമാണ് എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ, എന്തെല്ലാമാണ് എൻ്റെ കുടുംബത്തെ അലട്ടുന്ന പ്രശ്നങ്ങൾ, എന്തെല്ലാമാണ്. കുടുംബങ്ങൾ ഇന്ന് അഗ്നിപർവ്വതങ്ങളല്ലേ, മനുഷ്യ ഹൃദയം അഗ്നിപർവ്വതമല്ലേ. എനിക്ക് പറഞ്ഞല്ലോ, എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് വോൾക്കാനോ. നടന്നുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാണ് ഓരോ മനുഷ്യനും. നടക്കുന്ന അഗ്നിപർവ്വതം, അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഉള്ളു പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ പുകച്ചിൽ? ചിന്തിച്ചാൽ കാര്യമൊന്നുമില്ല. പക്ഷേ സമാധാനം മാത്രമില്ല. ഏതോ ഒരു ആധി, എന്തോ ഒരു വല്ലാത്ത വേവലാധി, അകത്ത് എന്തെല്ലാമോ ദുഃഖങ്ങൾ. ഇന്നതാണെന്ന് പലപ്പോഴും പറയാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു സ്വസ്ഥതയില്ല, ഏതോ ഒരു ശൂന്യത, ഒരു സംതൃപ്തിയില്ല, തൃപ്തിയില്ല, ഒന്നിനും തൃപ്തിയില്ല. എന്തെല്ലാമോ ചില പോരായ്മകളുള്ളതിൽ തോന്നുന്നു, എന്താണെന്നോട്ട് അറിയാനും പാടില്ല. അങ്ങനെയല്ലേ പലരുടെയും ജീവിതങ്ങൾ. ചില അസ്വസ്ഥതകൾ, ചിലപ്പോൾ രോഗമായിരിക്കാം, രോഗമുണ്ട്. അല്ല, ചിലപ്പോൾ കടമായിരിക്കാം, കടത്തിൻ്റെ ഭാരമുണ്ട്. അതല്ലെങ്കിൽ ഒരു പക്ഷേ വീട്ടിൽ വഴക്കായിരിക്കും, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയായിരിക്കാം. അല്ലെങ്കിൽ അപ്പൻ പറയുന്നു, അമ്മയും പറയുന്നു, മക്കൾ കേൾക്കുന്നില്ല, അവരനുസരിക്കുന്നില്ല, അവർ തോന്നിവാസമായിട്ട് ജീവിക്കുന്നു, അവരുടെ ഭാവി മുടിഞ്ഞു പോകുന്നു. ഇതൊക്കെ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ. കുടുംബജീവിതം തകർന്നിരിക്കുകയാണെന്ന്. അനേകരുടെ കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു. കാണാൻ ചന്തമുണ്ട്, മനോഹരമായ വീടാണ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ജീവിക്കാൻ സൗകര്യമുണ്ട്, സുഖലോലവുമായ ജീവിതമാണ്, നല്ല മൃഷ്ടാന്ന ഭോജനമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. എന്തിനാ കുറവ്? ഉണ്ട്, കുറവുണ്ട്. സ്നേഹത്തിന് മാത്രം കുറവ്, സ്നേഹത്തിന് മാത്രം കുറവ്. ഇന്ന് അനേകം ആളുകൾക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഹൃദയ സമാധാനമില്ല. കാണാൻ ചന്തമുണ്ട്. The city is located in beautiful natural surroundings, as you can see, but the water is bad and causes our women to have miscarriages. പട്ടണം അതിമനോഹരമാണ് ഇല്ലേ? നമ്മുടെ പ്രാർത്ഥനകളത്തെ മനോഹരമായ പ്രാർത്ഥനകളാണ്. പെസഹ വ്യാഴാഴ്ച ഞാൻ പെസഹയുടെ പ്രമേയം വായിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. പെസഹയുടെ പ്രമേയൻ്റെ പേര് മഗ്ദലന മറിയാമിനെക്കുറിച്ചുള്ള പ്രാർത്ഥന എന്നാണ്. മഗ്ദലന മറിയാമിനെക്കുറിച്ച് ഒരു നല്ല പ്രസംഗമാണത്. പിതാക്കന്മാരുടെ കാലത്ത് എല്ലാം ഉണ്ടായിരുന്നു. മനോഹരമായ പ്രസംഗങ്ങൾ, തീജ്വലിക്കുന്നതായ പ്രാർത്ഥനകൾ, അനുഗ്രഹീതമായ ധ്യാനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കൈമോശം പോയി. എങ്ങനെയോ എവിടെയോ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു. പലർക്കൊന്നും മനസ്സിലാകുന്നില്ല. നഷ്ടപ്പെട്ടിരിക്കും, സമാധാനമില്ല. മഗ്ദലന മറിയാമിനെക്കുറിച്ചുള്ളതായ പ്രമേയം ഞാൻ വായിച്ച് ഈർന്നണിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാരെല്ലാം മനോഹരമാക്കി എഴുതി തന്നു, വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും എല്ലാം തന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെ ഒന്നും അന്തസത്ത ഗ്രഹിക്കാനാകാതെ മനുഷ്യർ അവശരായിത്തീരുന്നു. അവർ വ്യക്തമായ ജീവിത വീക്ഷണമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നു, നശിച്ചു പോകുന്നു. പട്ടണം അതിമനോഹരമായ പട്ടണം, ഇരിപ്പ് മനോഹരം, സുന്ദരമായ പട്ടണം, നല്ല നാച്ചുറൽ സറൗണ്ടിങ്സ് എല്ലാം പ്ലസൻറ്റ്, അതിൻ്റെ പ്രകൃതി സൗന്ദര്യമെല്ലാം മനോഹരം. പക്ഷേ ഇവിടുത്തെ വെള്ളം ചീത്തയാണ്. ഈ പട്ടണത്തിലെ വെള്ളം ചീത്തയാണ്. ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഗർഭനാശം ഉണ്ടാകുന്നു. ഇതാണ് പറഞ്ഞത്. സ്തോത്രം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾക്ക് അനന്തര തലമുറയെ അനുഗ്രഹീതമായി തലമുറയാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കുഞ്ഞുങ്ങളെ അനുഗ്രഹീതമായി വളർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
കുഞ്ഞുങ്ങൾ മൂലം നിങ്ങളുടെ ഭവനവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മക്കളും മറ്റു മക്കളും നിങ്ങളുടെ ദേശവും അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതം മാതൃകായോഗ്യമായി നിന്നാൽ, നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഭവനത്തേക്ക് ക്ഷണിച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം തുറന്നു കൊടുത്താൽ അനുഗ്രഹീതമായി തീരും. വളരെ ലളിതമായൊരു കാര്യം പറയട്ടെ. ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞു. അവർ പ്രാർത്ഥിക്കണം, കർത്താവേ, ആരോഗ്യമുള്ള ബുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥിക്കണം. ഗർഭിണിയാകുമ്പോൾ മുതൽ ആ സ്ത്രീ വയറിൽ തടവിക്കൊണ്ട് കർത്താവ് പറയണം, കർത്താവേ, എൻ്റെ ഗർഭത്തിൽ നീ ഉരുവാക്കിയിരിക്കുന്ന ഈ കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞായിട്ട്, ബുദ്ധിയുള്ള കുഞ്ഞായിട്ട് വളർന്നു വരാൻ കർത്താവേ ഇടയാക്കണേ. ഇതിനൊരു കേടും വരാതെ ഈ കുഞ്ഞ് പ്രസവിച്ച് പുറത്തു വരാൻ ഇടയാക്കി തരണമേ. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ കർത്താവേ, ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. വളർന്നു വരുമ്പോൾ നിൻ്റെ സുവിശേഷനായി തീരാൻ ഇടയാക്കണമേ, നിൻ്റെ ഒരു പരിശുദ്ധനായി തീരാൻ ഇടയാക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അമ്മമാർ തീർച്ചയായിട്ടും ലജ്ജിക്കേണ്ടി വരികയില്ല. അഭിമാനപൂർവ്വമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹീതമായ സന്താനങ്ങൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പലപ്പോഴും ഇതൊന്നും സാധിക്കുന്നില്ല. നമ്മുടെ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. എനിക്കൊരു കാര്യം എടുത്തു പറയാനുണ്ട്. ഒരേ ഒരു പോംവഴി മാത്രം. എലീശാ പ്രവാചകൻ്റെ കാലത്ത് അന്ന് എലീശാ പ്രവാചകൻ അവിടെ വന്നു. ഇന്ന് പ്രവാചകനല്ല, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വരുന്നു. ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വരികയാണ്. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്ന് നിങ്ങളോട് പറയുന്നു, മകനെ, നിൻ്റെ ജീവിതം ഞാൻ ധന്യമാക്കാം, മകളെ, നിൻ്റെ ജീവിതം ഞാൻ അനുഗ്രഹീതമാക്കി തരാം, നിനക്ക് സമാധാന കാലങ്ങൾ തരാം, നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കാം, നിൻ്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കാം, തലമുറയായുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തരാം. കർത്താവ് ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് മക്കളെ ഓർത്ത് നീ വേദനിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ മക്കൾ നിനക്ക് അനുഗ്രഹ സന്താനങ്ങളായി തീരും. ഇന്ന് മക്കൾ ഇല്ലാത്തതുകൊണ്ട് നീ വിഷമിക്കുകയല്ലേ? നിനക്ക് പ്രജ ലഭിക്കും, ഒരു കുഞ്ഞൻ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പലതും ഇന്ന് വിഷമിച്ചുകൊണ്ട് കഴിയുന്ന കാലമല്ലേ? പേടിക്കേണ്ട. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം, നിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ വരാം, നിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ വരാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്ക് സൗജന്യമായി കൃപ വരാമെന്ന് പറയുന്നു. സൗജന്യമായി. വെറുതെ പറയുന്ന വാക്കുകളൊന്നല്ല കേട്ടോ. ഇത് വെറുതെ പറയുന്ന വാക്കുകളല്ല. എൻ്റെ കർത്താവിന് സ്തോത്രം. ഒരു പ്രസംഗത്തിന് വേണ്ടി പറയുന്ന വാക്കുകളല്ല, ഞാൻ അനുഭവിക്കുന്ന വാക്കുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, കരച്ചിലിൻ്റെ ഭവനമായിരുന്നു. സ്തോത്രം. ഞാൻ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട്, എന്തുമാത്രം മ്ലാനവതനായിട്ട് ഇരുന്നിട്ടുണ്ട്, എത്ര വാഴിയ മുഖത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ കഥയൊക്കെ ഒരുപടി പറയാനുണ്ടല്ലോ, അതൊന്നും പറയുന്നില്ല. എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ അന്ന് നല്ല മാർക്കുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ഞാൻ വടവൂർ രാജശ്രീ മെമ്മോറിയൽ ഹൈസ്കൂളിൽ നിന്ന് നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. ഏതാണ്ട് ഹയസ്റ്റ് മാർക്കോടുകൂടി ഞാൻ പാസ്സായി 10ാം ക്ലാസ്സിൽ. പക്ഷേ പഠിക്കാൻ അന്ന് ഞാനേ ആണായിട്ടുള്ളൂ. വീട്ടിൽ കൃഷി കാര്യങ്ങൾ നോക്കണം, വേലക്കാരുണ്ട്. എനിക്ക് പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. പക്ഷേ 17ാമത്തെ വയസ്സിൽ ഞാൻ പള്ളിയിൽ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സാധു ഉപദേശി വന്ന് പ്രസംഗിക്കുകയായിരുന്നു. അന്ന് ആ വചനം എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. അത്ഭുതം. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. ഞാൻ ഉറക്കെ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്നു മുതൽ ഞാൻ എൻ്റെ വകയെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ ജീവിതം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറി. വ്യക്തമായൊരു പ്രതിഷ്ഠയായിരുന്നു, വ്യക്തമായ സമർപ്പണമായിരുന്നു. എൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ള പലർക്കും ഇതൊക്കെ അറിയാമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അന്നൊരു വലിയ അത്ഭുതങ്ങളുടെ ദിവസമായിരുന്നു. അമ്മയും പെങ്ങളും ഞാനും പള്ളിയിൽ പോയിരുന്നു. രാത്രി സന്ധ്യയ്ക്ക് ഇങ്ങനെ പ്രസംഗം ഉണ്ടെന്ന് അന്നത്തെ വികാരിയച്ഛൻ്റെ കൊച്ചപ്പനാണ് അവിടെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് പോയി. ഞങ്ങൾ വീട് പൂട്ടിയിട്ട് പോയി. തിരിച്ചു വന്നു, വീട് തുറന്നു, അകത്ത് കിടന്നു, അത്താഴം കൊണ്ടെല്ലാം കഴിഞ്ഞു. അമ്മയും പെങ്ങളും കിടന്നു, ഞാനും കിടന്നു. പക്ഷേ ഞാൻ പിന്നെ എഴുന്നേറ്റിരുന്നു. ഞാനിരുന്ന് ആലോചിച്ചു, എൻ്റെ ജീവിതം എന്തിന്? എൻ്റെ ജീവിതം ആർക്ക്? ഇനിമേൽ മനസ്സറിഞ്ഞ് ഞാനൊരു പാപം ചെയ്യുകയില്ല, ഒരു പാപവും ചെയ്യുകയില്ല, തെറ്റായൊരു വഴിക്ക് നീങ്ങുകയില്ല, ഒരഴുക്ക് ചിന്ത പോലും വരാൻ ഞാൻ എന്തായാലും സൂക്ഷിക്കും, അരുതാത്തൊരു വാക്ക് വരികയില്ല. ഇങ്ങനെ എണ്ണി ചില കാര്യങ്ങൾ കർത്താവോട് പറഞ്ഞു. എല്ലാം കർത്താവ് കേട്ടു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അതെല്ലാം കുറിച്ച് വെച്ചു എന്ന്. ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം യേശു കുറിച്ച് വെച്ചു. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളായിരുന്നു നടന്നത്. എന്തൊരത്ഭുതം! പിന്നെ പഠിത്തം മുന്നോട്ട് പോയി, ജോലി മുന്നോട്ട് പോയി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. 97
ഞാൻ കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ ഞാൻ മനസ്സമാധാനത്തോടെ ഞാൻ പടിയിറങ്ങി. സാറുമാരും മാനേജ്മെൻറ്റ് എനിക്ക് യാത്ര ചെയ്ത് വന്നപ്പോൾ പറഞ്ഞു, യോഹന്നാൻ സാറിൻ്റെ കാലം സുവർണ്ണയുഗമാണ്, ഗോൾഡൻ ഏജാണ് എന്ന് പറഞ്ഞു. സന്തോഷമുള്ള കാര്യം തന്നെ, കേൾക്കുന്ന സന്തോഷമാണല്ലോ. എന്നിട്ട് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, യോഹന്നാൻ സാർ സെൽഫ് മെയ്ഡ് ആണെന്ന് പറഞ്ഞു. സെൽഫ് മെയ്ഡ്, തന്നെത്താൻ വളർന്നയാളാണെന്ന്. ഞാൻ എൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, നോ, ഐ നോട്ട് സെൽഫ് മെയ്ഡ്, ഐ എം ക്രൈസ്റ്റ് മെയ്ഡ്. ക്രിസ്തു എന്നെ ആക്കി, ക്രിസ്തു ആണ് എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു ലജ്ജയും കൂടെ ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, ജീവിതത്തിൽ സമാധാനം അനുഭവിച്ചു ഞാൻ. സമാധാനം ഇന്ന് ഞാൻ പൂർണ്ണ സമാധാനത്തോടെ ഇരിക്കുകയാണ്, പൂർണ്ണ സമാധാനത്തോടെ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഒരു കാര്യത്തിൽ എനിക്ക് അലട്ടില്ല, ഒരു കാര്യത്തിൽ എനിക്ക് ഭാരമില്ല, ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു വിധമായ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഒന്നുമില്ലാതെ കർത്താവിനെ കാക്കുന്നു. നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ? വിളിക്കൂ യേശുവിനെ. ഈ ദേശത്തേക്ക് വിളിക്കൂ, നിങ്ങളുടെ ഭവനത്തിലേക്ക് വിളിക്കൂ, ഗർഭനാശകമായ ഭവനത്തിലേക്ക്, തലമുറ നശിക്കുന്ന ഭവനത്തിലേക്ക്, ദുരിതം പിടിച്ച ഭവനത്തിലേക്ക്, യാതനയും വേദനയുമായി വലയുന്ന ഭവനത്തിലേക്ക് യേശുവിനെ നിങ്ങൾ വിളിക്കൂ, യേശുവിനെ ക്ഷണിക്കൂ. തകർന്നു പോയ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിക്കൂ. നിരാശ പറ്റിയ ജീവിതത്തിലേക്ക് യേശുവിനെ നീ ക്ഷണിക്കൂ. മോനെ, നിൻ്റെ ജീവിതത്തിൽ എല്ലാം തീർന്നു വിചാരിക്കരുത്, നിരാശപ്പെടരുത്. നീ വിചാരിക്കൂ, യേശു നിന്നെ കാണുന്നുണ്ട്, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എത്ര ഘോരപാതകം നീ ചെയ്തെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എത്ര ക്രൂരന വ്യക്തിയാണെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മകളെ, നീ എത്രമാത്രം കുൽസിതമായ മാർഗ്ഗങ്ങളിലൂടെ വളഞ്ഞ വഴികളിലൂടെ നടന്നവളാണെങ്കിലും യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ വിളിക്കൂ, യേശുവിനോട് പറയൂ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പുതിയ പാത്രം ഞങ്ങൾ തിരുമുൻപാകെ കൊണ്ടുവരികയാണ്. നിൻ്റെ ജീവജലത്താൽ കഴുകപ്പെട്ട പാത്രം തിരുമുൻപാകെ ഞാൻ കൊണ്ടുവരികയാണ്. തിരക്കത്താൽ കർത്താവേ എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ച് തരണമേ. ഇന്ന് നാഥ, വചനങ്ങൾക്ക് എനിക്ക് ഭാഗ്യമായല്ലോ കർത്താവേ. ഈ വചനപ്രകാരം ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ. മണ്ണാൻ്റെ ജീവിതത്തിന് വേണ്ടി നീ ഒരുക്കണമേ. വിശുദ്ധമായ സമാധാനത്തിലേക്ക്, വിശുദ്ധന്മാർ വസിക്കുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങൾ ചേർക്കുവാൻ കർത്താവേ, നീ ഇനി എഴുന്നള്ളി വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പെടുവാൻ തക്കൊണ്ട് ഞാനൊരു വിശുദ്ധനായി തീരുവാൻ ഭാഗ്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, തിരക്കത്താൽ കഴുകണമേ, തിരക്കത്താൽ ശുദ്ധീകരിക്കണമേ. അടുത്ത രണ്ടാമത്തവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.